ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. പൊതു തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസാന നിമിഷവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കേരളത്തിലെ BJP CPM ഡീൽ എന്നത്. അത് ആരൊക്കെ നിഷേധിച്ചാലും അതിൽ വസ്തുതയില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും BJPക്കും അവരുടെ കണ്ണിലെ കരടാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസും. രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ഒരുപാട് തെറി അഭിഷേകങ്ങളും അദ്ദേഹത്തെ തീവ്രവാദിയായിട്ടും വർഗീയവാദിയായിട്ടും രാജ്യദ്രോഹിയായിട്ടൊക്കെ ചിത്രീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട് അടക്കം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ പോലും അനുവാദം നൽകാത്ത സാഹചര്യമൊക്കെ നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന BJPക്ക് ഇങ്ങ് കേരളത്തിലും കോൺഗ്രസിൻ്റെ ഒരു ഭരണം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്നൊരു മുന്നണി ഭരണം വരിക എന്നത് അവർ സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി അവർ എന്ത് ധാരണയും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും ആരുമായി നടത്താൻ സാധ്യതയുണ്ട്. CPM സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭീഷണിയായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആകെ 2-3 അംഗങ്ങളുള്ള CPM ഒരിക്കലും തന്നെ BJPക്ക് ഭീഷണിയാകില്ല എന്ന് BJPക്ക് അറിയാം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ എന്തൊക്കെ മാറ്റം വന്നാലും എങ്ങനെ സഹായിച്ചാലും എത്ര സീറ്റ് BJP കിട്ടുമെന്നറിയാം. അത് തൽക്കാലം പിണറായി സ്വപ്നം കാണുന്ന തുടർ ഭരണത്തിന്, മൂന്നാം ഊഴത്തിന് അതൊരു തടസ്സമാകില്ല. തൽക്കാലം കേട്ടോ, തൽക്കാലം എന്നേ പറയാൻ പറ്റൂ. കാരണം 2 സീറ്റ് ഉണ്ടായിരുന്ന ത്രിപുരയും പശ്ചിമ ബംഗാളും ഒക്കെ CPMനെ തൂത്തുവാരി അവസാനം BJP അധികാരത്തിൽ വന്നതും ഇപ്പോൾ അവരവിടെ ഒപ്പുവെച്ച കലമ്പോയലായി മാറിയതൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊക്കെ പിണറായിക്ക് അറിഞ്ഞിട്ടോ അറിയാതെ നടിക്കുന്നത് കൊണ്ടാണെന്നറിയില്ല. എന്തായാലും അത് വലിയൊരു അപകടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ സമയത്ത് കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയാൽ ആ വോട്ട് BJPയിലേക്ക് പോയി BJP ജയിച്ചാലും തിരക്കേടില്ല, തുടർ ഭരണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്നാണ് പിണറായിയുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ഈ 2 ലക്ഷ്യവും ഒന്നായതുകൊണ്ട് തന്നെ ചില ധാരണകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ലാതെ ഏറെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ധാരണയും കൂടി നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യണം. ഇന്നത്തെ ബലമായ സംശയം കേരളത്തിൽ BJPയും SDPIക്കാരുമായിട്ട് വല്ല ധാരണയുമുണ്ടോ എന്നാണ്. SDPIയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഒരു സുപ്രഭാതത്തിൽ കേരള പോലീസിനെ പോലും അറിയിക്കാതെ കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ അർദ്ധ സൈനിക വിഭാഗം അടക്കം വന്ന് SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ ഒന്നായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ജയിലിലടക്കുകയും അവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടുകയും ചെയ്യുന്ന ഒരു ദയനീയമായ അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ SDPIയെ സംബന്ധിച്ചിടത്തോളം നേതാക്കളുടെ ക്ഷാമം, അവരുടെ അഭാവം വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ സജീവമായിട്ട് പ്രചരണം നടത്താനും പാർട്ടി പ്രവർത്തനം നടത്താനും പാർട്ടി നേതാക്കൾക്ക് ചെലവിന് കൊടുക്കാനൊക്കെ ഈ SDPIക്ക് ഫണ്ടിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. അതിന് വലിയൊരു കാരണം ഗൾഫ് പണമാണ്. ഗൾഫ് പണം എന്ന് പറയുമ്പോൾ ഗൾഫിൽ നിന്ന് ഉള്ള പണം എന്ന് തെറ്റിദ്ധരിക്കേണ്ട. സൗദിയിലും UAEയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും ഒക്കെയുള്ള SDPI അനുഭാവികളുടെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം എമൗണ്ട് അവരവരുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകണം. പിന്നെ അവരൊക്കെ അവരുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അനുഭാവിയുടെ അടുത്തും മറ്റുമൊക്കെ കളക്ട് ചെയ്യുന്ന ഫണ്ടും ഇത് മുടങ്ങാതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിലേക്ക് അവർ പാർട്ടി ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വെൽഫെയർ അവരുടെ പാർട്ടിയെ നിരോധിച്ചത് കൊണ്ട് തന്നെ അത് വളരെ സൂക്ഷ്മമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നിരീക്ഷിക്കുന്നത് കൊണ്ട് പണ്ടത്തെ പോലെ പണം ഇങ്ങോട്ട് ഒഴുകാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ 2 പ്രതിസന്ധിയിലാണ് SDPI. അപ്പോൾ അതിന് വല്ല മാറ്റം വരുത്താൻ, വല്ല സഹായം ചെയ്യാം, നേതാക്കളെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് ഒരു ഭീഷണിപ്പെടുത്തുന്ന SDPIയെ നിരോധിക്കാതിരിക്കാനോ ഒക്കെ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആരായാലും വീണ് പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, SDPIക്കാരെങ്ങനെ അത്ര കടുത്ത BJP വിരുദ്ധതയുള്ള SDPI എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇവരെക്കാളൊക്കെ കൂടുതൽ വർഗീയതയും ന്യൂനപക്ഷ വികാരമൊക്കെ ഇളക്കി വിട്ടിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് നമ്മുടെ ഉവൈസി, ആന്ധ്രയിലെ. അദ്ദേഹമാണ് ഇന്ന് ശരിക്കു പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഓരോ സംസ്ഥാനത്തും ഭിന്നിപ്പിച്ച് BJPയുടെ തുടർ ഭരണം ഉറപ്പുവരുത്തുന്നൊരു വ്യക്തി. ഏറ്റവും അവസാനം പശ്ചിമ ബംഗാളിലും ന്യൂനപക്ഷ മേഖലകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട്
മമതക്ക് കിട്ടുന്ന വോട്ടുകളുടെ ഭിന്നിപ്പുണ്ടാക്കി ബി ജെ പിയുടെ ഭരണം വരാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്താ എസ് ഡി പി ഒക്കെ ഇത് ചെയ്തുകൂടെ? കാരണം അവരുടെ നേതാക്കളൊക്കെ ജയിലിലാണ്, അവരുടെ ഫണ്ടുകളൊക്കെ തടയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൽക്കാലം ഒരു സഹായം നൽകാമെന്ന് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സി പി എമ്മിൻ്റെ എസ്.എഫ്.ഐയുടെ ഒക്കെ പല നേതാക്കളെയും കൊല ചെയ്ത കേസിൻ്റെ പ്രതികളാണ് എസ് ടി പി ഐക്കാർ. അതുപോലെ തന്നെ എസ് ടി പി ഐ നേതാക്കളെ കൊല ചെയ്ത പല കേസുകളിലും സി പി എമ്മും പ്രതികളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആരായാലും ചിലപ്പോൾ സഹായിച്ചു പോകും. അങ്ങനെ ഒരു അന്തർധാരയും കൂടെ കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് പറയാനുള്ളത്, ഇത് അപകടകരമായ ഒരു തീക്കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും അവസാനം രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന് 6 മന്ത്രിമാരും ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങേ പുറത്തൊരു വോട്ടിന് ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അതേ പ്രസ്താവനയുടെ അതേ കോപ്പി തന്നെയാണ് എ വിജയരാഘവൻ എന്ന് പറയുന്ന സി പി എം നേതാവും ആ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞതും. മുസ്ലിം ലീഗിന് അപ്രമാദിത്വമുണ്ടാകും എന്നുള്ള ഒരു ധ്വനി പണ്ട് നമുക്കറിയാലോ, പിന്നെ അച്യുതാനന്ദനും ഒക്കെ നടത്തിയ പഴയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളൊക്കെ. അപ്പോൾ അതുപോലെ ഒരു പ്രസ്താവന, 2 കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ഇതിന് തടയിടാൻ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് രംഗത്തിറങ്ങാഞ്ഞാൽ വലിയ ഒരു വില കേരളം നൽകേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം മലബാറിൽ പിന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് വർഗീയ സംഘടനകളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ജാതീയപരമായിട്ടോ വർഗീയപരമായിട്ടോ ചേരിതിരിവുകളൊക്കെ തന്നെ ഏകദേശം കുറവുള്ളൊരു പ്രദേശമാണ് മലബാർ. ആ മലബാറിൽ മഞ്ചേശ്വരത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സുരേന്ദ്രനാണ്. അവിടെ സി പി എം 3-ാം സ്ഥാനത്തിനാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ എസ് ഡി പി ഐയുടെ പിന്തുണ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് നൽകിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരിക്കലും 1-ാം സ്ഥാനത്തേക്ക് വരാനുള്ള വോട്ട് കിട്ടില്ല. മറിച്ച് യു ഡി എഫിന് കിട്ടുന്ന വോട്ടിൽ ഭിന്നിപ്പുണ്ടാകും. പാലക്കാടും അതേ അവസ്ഥ തന്നെയാണ്. ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു തീപ്പൊരി പ്രാസംഗികയാണ്, നന്നായിട്ട് വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയാണ് സി പി എം മുമ്പ് വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു ഹോട്ടൽ മുതലാളിയെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്, മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എസ് ഡി പി ഐയും കൂടെ ഇടതുപക്ഷം പിന്തുണ നൽകിയാലും ഇടതുപക്ഷത്തിന് ഒരിക്കലും തന്നെ പാലക്കാട് ഭരണം പിടിച്ചെടുക്കാനോ പാലക്കാട് ജയിക്കാനോ കഴിയില്ല. അവിടെയും ഈ 2 യു ഡി എഫും ബി ജെ പിയും തമ്മിലായിരിക്കും മത്സരമുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ വോട്ടുകൾ ഭിന്നിപ്പുണ്ടായാൽ അവിടെയും ലാഭം കൊയ്യാൻ പോകുന്നത് ബി ജെ പിക്കാണ്. അപ്പോൾ നിങ്ങൾ പറയൂ, ആര് തമ്മിലാണ് എവിടെയാണൊക്കെ ധാരണ ഉണ്ടായത് എന്ന്.